നമസ്കാരം. ഒരിക്കലും അവസാനിക്കാത്ത വിസ്മയങ്ങളുടെ ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം. ഈ ഭാരതത്തിലുടനീളം യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് ഈ വീഡിയോ കാണുന്ന സമയത്ത് പലരും കമൻറ്റുകളിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ആദ്യം പറയേണ്ട ചില കാര്യങ്ങൾ ആണ് ഇന്ന് പറയുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു സ്വയം പുകഴ്ത്തലായിട്ട് തോന്നിപ്പോവരുത് എന്ന് ആദ്യമേ പറഞ്ഞു വെക്കുകയാണ്. ഏതൊരു ഉദ്യമത്തിന് ഇറങ്ങുമ്പോഴും അതിൻ്റെ പ്ലാനിങ് എത്രമാത്രം കൃത്യമായിട്ടും വൃത്തിയായിട്ടും നമ്മൾ ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ആ പദ്ധതി വിജയിക്കുന്നതും പരാജയപ്പെടുന്നതും. ശരിയല്ലേ? ഇൻക്ലൂസീവ് ഇന്ത്യ യാത്രയ്ക്കുള്ള പ്ലാനിങ് ഏകദേശം 1 വർഷം മുമ്പ് തുടങ്ങിയതാണ്. ഏതൊരു പദ്ധതിയും തുടങ്ങി വയ്ക്കാൻ ഈസിയാണ്, പക്ഷേ അത് പാതി വഴിയിൽ മുടങ്ങാതെ പൂർണ്ണ വിജയത്തോടെ അവസാനിപ്പിക്കാനാണ് ഏറ്റവും പ്രയാസം. പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിൻ്റെ റോഡുകളിലൂടെ എല്ലാ സംസ്ഥാനങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് 2-2.5 മാസക്കാലം കൊണ്ടൊരു യാത്ര വൃത്തിയാക്കിയിട്ട് പൂർത്തിയാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്രതീക്ഷിതമായിട്ടുള്ള പ്രതിബന്ധങ്ങളും വെല്ലുവിളികളും ഒക്കെ നമ്മളെ നോക്കി ഇങ്ങനെ കാത്തു വെച്ചിട്ടുണ്ടാവും. എന്തു വന്നാലും അതിനെ നേരിടാനുള്ളൊരു മാനസികാവസ്ഥ സ്വയം ഉണ്ടാക്കിയെടുക്കുകയും ഒപ്പമുള്ള ടീമിനെ അതിനു വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം. ആദ്യം മുതലേ ഞാൻ സംഘങ്ങളോടൊപ്പമുള്ള മീറ്റിങ്ങുകളിൽ പറഞ്ഞിരുന്നത് യാത്ര തുടങ്ങുമ്പോഴേക്കും ആർക്കും അസുഖം ഒന്നും വരാതെ നോക്കണം എന്നായിരുന്നു. പക്ഷേ അവസാനം പെട്ടുപോയത് ഞാൻ തന്നെയാണ്. ലക്ഷദ്വീപിലെ പരിപാടി കഴിഞ്ഞ് വന്നതോടെ കടുത്ത പനിക്ക് ഞാൻ അടിമയായി. തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്ക് പുറപ്പെടുമ്പോൾ തന്നെ കടുത്ത പനി എന്നെ വീഴ്ത്തി. അങ്ങനെ രാത്രി മുഴുവൻ നെയ്യാറ്റിൻകരയിലെ നിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നു. ആ തളർച്ചയോടെയാണ് യാത്ര തുടങ്ങുന്നത്. 1 മാസത്തോളം ചുമയും ശ്വാസം മുട്ടലും നീണ്ടു നിന്നു. പക്ഷേ സ്റ്റേജിൽ ഞാൻ തളർന്നില്ല. കാരണം കാണികൾ നിറഞ്ഞ വേദിയിൽ 1.5 മണിക്കൂർ തുടർച്ചയായിട്ട് മായാജാലം കാണിക്കുമ്പോൾ എന്നിലെ ആവേശം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ജീവിതത്തെ ഒരു നേർരേഖയിൽ ഒതുക്കി നിർത്തുമ്പോഴാണ് നമുക്ക് ജീവിതം മടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സാണ് പ്രധാനം, നമ്മുടെ പാഷനാണ് പ്രധാനം. മനസ്സിന് ഇഷ്ടപ്പെട്ടത് ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ അസ്വസ്ഥതകൾക്ക് അവിടെ നിന്ന് മാറി നിന്നേ പറ്റൂ. മനസ്സാണ് എല്ലാ അതിർവരമ്പുകളും നിശ്ചയിക്കുന്നത്. ഓരോ ദിവസവും ഓരോ പ്രദേശങ്ങൾ, ഓരോ ഓഡിറ്റോറിയങ്ങൾ, വ്യത്യസ്തരായ കാണികൾ, അവരുടെ കയ്യടികൾ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതിയുള്ളത് കൊണ്ട് മാത്രം ഞങ്ങൾക്ക് കടന്നു ചെല്ലാൻ സാധിച്ച നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, CRCകൾ, ഇൻക്ലൂസീവ് ഇന്ത്യ എന്ന് പറയുന്ന ഈ പരിപാടിയിലൂടെ ഒരു ചെറിയ അളവിലെങ്കിലും ബോധവൽക്കരണം നടത്താൻ സാധിച്ചതിൻ്റെ ചാരിതാർത്ഥ്യം, ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘം, അവർ തന്നെയായിരുന്നു എൻ്റെ ബലം. ചില സ്ഥലങ്ങളിലൊക്കെ അർദ്ധരാത്രിയിലാവും ഉറങ്ങാൻ സാധിക്കുക. അടുത്ത കേന്ദ്രത്തിലേക്ക് പുലർച്ചെ 3 മണിക്കും 4 മണിക്കും ഒക്കെ പുറപ്പെടേണ്ട ഘട്ടം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അവിടെ 1 മിനിറ്റ് പോലും വൈകാതെ സംഘാംഗങ്ങൾ എല്ലാവരും വണ്ടിയിൽ കയറിയിട്ടുണ്ടാവും. മിക്ക ദിവസങ്ങളിലും എത്ര തളർന്നാലും യാത്രക്കിടയിലും അതുപോലെ തന്നെ പരിപാടിക്കിടയിലൊക്കെ നേരിട്ട കാര്യങ്ങളെ ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങുകൾ ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. ഈ യാത്രയുടെ വിജയത്തിനൊടുവിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഏതൊരു പദ്ധതിയിലേക്ക് ഇറങ്ങുമ്പോഴും കൃത്യമായിട്ടൊരു പ്ലാൻ തയ്യാറാക്കുന്നിടത്താണ് ആ പദ്ധതിയുടെ വിജയം ആരംഭിക്കുന്നത്. ഏത് നിർണായകമായ അനുഭവങ്ങളെയും ഒരു തടസ്സമായി കാണുന്നതിന് പകരം പുരോഗതിയിലേക്കുള്ളൊരു തുടക്കമായിട്ട് കാണാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണം. ഒപ്പം നിൽക്കാൻ ഒരേ മനസ്സോടെ ചിന്തിക്കുന്ന നല്ലൊരു ടീമിനെ വാർത്തെടുക്കാൻ സാധിക്കുമ്പോഴാണ് മാനസിക പിരിമുറുക്കമില്ലാതെ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. ഏറ്റെടുത്ത പദ്ധതി ഉദ്ദേശ രീതിയിൽ അവസാനിക്കുന്നത് വരെ 100% ശ്രദ്ധയും കഠിനാധ്വാനവും അതിൽ നിന്നൊരിക്കലും വഴുതി മാറി പോവുകയും ചെയ്യരുത്. ഒരു കാര്യം, വിജയിച്ചാൽ അഭിനന്ദിക്കാൻ അധികാരം ഉണ്ടാവില്ലെങ്കിലും തോറ്റാൽ വിമർശിക്കാനും കളിയാക്കി ചിരിക്കാനും ആയിരങ്ങൾ അപ്പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടാവും എന്നത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കുന്നതും നല്ലതാണ്.